2020 സംസ്ഥാന സമിതി യോഗം ഇന്ന് കിഴക്കമ്പലത്ത് ചേരും. NDA പ്രവേശനത്തിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. മുന്നണി പ്രവേശനത്തിന്റെ തുടർച്ചയായി കൊഴിഞ്ഞുപോക്ക് തുടരുന്നതിനിടെയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. KK പ്രശാന്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം വ്യക്തമായി സാബു എം ജേക്കബ് നിലപാട് പറഞ്ഞതാണ്. അതിനുശേഷം ഇന്ന് യോഗം ചേരുകയാണ്. ഒപ്പം പാർട്ടിയിൽ നിന്ന് പലരും വിട്ടുപോകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ല സാബു എം ജേക്കബിന്. എങ്കിൽ പോലും രാഷ്ട്രീയ തലത്തിൽ അതെന്ത് ഒരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? അഖില, ഗുഡ് മോർണിംഗ്. ഏതായാലും NDA സംബന്ധിച്ച് അവർ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായി തന്നെ 2020 അവർ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ കിഴക്കമ്പലം ഉൾപ്പെടെ എറണാകുളത്തിന്റെ പല മേഖലകളിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാർട്ടിയെ മുന്നണിയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഒരു വിജയം, അത്തരമൊരു നീക്കം വിജയമെന്ന് തന്നെ BJP വിലയിരുത്തുന്നുണ്ട്. അതേസമയം തന്നെ 2020യെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായും അവർ ലക്ഷ്യമിടുന്നത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് രാജിവെക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിനി തുടർച്ചയായി കൂടുതൽ ആളുകൾ പോകുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സ്വാഭാവികമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചാളുകൾ വിട്ടുനിൽക്കുമെന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത്തരം ഒരു ആശങ്ക തങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, ഇനി അധികം കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകില്ല. ജനങ്ങൾക്ക് കാര്യങ്ങൾ, പ്രവർത്തകർക്കൊക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ തങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കും. വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി, അതായത് ഇടത് വലത് മുന്നണികൾക്ക് അപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ചിന്താഗതി കേരളത്തിലാകെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ താഴെ തട്ടിൽ ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നേതൃത്വത്തിന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു യോഗത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം സംസ്ഥാന സമിതി യോഗമാണ്. ഏത് തരത്തിലായിരിക്കണം ഇനി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തീരുമാനമാകേണ്ടത്. നേരത്തെ രാജിവെച്ച ആളുകൾ വ്യക്തമാക്കിയത് ഇത് കൃത്യമായ ഒരു കൂടിയാലോചന ഇല്ലാതെ ഒറ്റയാൾ തീരുമാനമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് കൃത്യമായി വ്യക്തമാകണമെങ്കിൽ സംസ്ഥാന സമിതി യോഗത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ അത് സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരും മത്സരിച്ചവരുമായ ആളുകളുണ്ട്. അതൊരു പക്ഷേ നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ടത് ഈ മത്സരിച്ച ആളുകളെ പ്രധാനമായും തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്കൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള നീക്കം BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനം നിലവിൽ 2020 അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം BJP ഇത്തരമൊരു നീക്കം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അതായത് പരാജയപ്പെട്ടവരാണെങ്കിലും സ്വാധീനമുണ്ടാക്കിയവരാണ്. അവരെ പൂർണ്ണമായും ഓരോ വാർഡിന്റെയും മറ്റ് സാഹചര്യങ്ങളുടെയൊക്കെ ചുമതല നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം അത് തന്നെയാണ് 2020 ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏതായാലും ഈ യോഗത്തിന് ശേഷമായിരിക്കും എന്താണ് രാഷ്ട്രീയ ഭാവി എന്ന സംബന്ധിച്ചുള്ളൊരു വ്യക്തത വരികയുള്ളൂ. എത്രത്തോളം ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഖില.